900 കോടിയുടെ വികസനം ഇവിടെ നടന്നിരുന്ന ഓരോ വീട്ടിൻ്റെ കൺമുന്നിൽ തന്നെ വികസനം നടന്നിട്ടുണ്ട്. ഇവിടെ തന്നെ ഈ രജിസ്റ്റർ ഓഫീസ് ഒരിക്കലും നശിച്ചു കിടന്ന ശാന്തിയുള്ള ഹോസ്പിറ്റൽ ഇപ്പോൾ അതാ വലിയ ഹൈടെക് ഹോസ്പിറ്റലായിട്ടാണ് വരാൻ പോകുന്നത്. ഇവിടെ എപ്പോഴായാലും BJP ജയിക്കും. ഇതിടത്തോളം ശിവൻകുട്ടി നല്ലൊരു വികസനമൊക്കെ നടത്തിയിട്ടുണ്ട്. ചാൻസ് ഉണ്ട് ശിവൻകുട്ടി. പിന്നെ കോൺഗ്രസ്സുകാരുടെ അവരുടെ വോട്ട് കോൺഗ്രസ്സുകാർ പിടിച്ചാൽ ശിവൻകുട്ടിക്ക് വിജയസാധ്യത കൂടുതൽ. വികസനമാണ് നമുക്ക് മെയിനായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമുക്ക് വികസനം ഇപ്പോൾ ഒരുപാട് ഈ LDF മന്ത്രിസഭ ഇപ്പം നമുക്ക് ഒരുപാട് സഹായിച്ചു. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് പാവങ്ങൾക്ക് നല്ല ആൾക്കാർ LDF തന്നെയാണ്. പല അഭിപ്രായങ്ങളാണ് നിയമത്തെക്കുറിച്ച് ഞങ്ങൾ കേൾക്കുന്നത്. ഞങ്ങൾ കൊച്ചിനൊക്കെ ഇരുന്ന് നിയമത്തെക്കുറിച്ചാണ് കേൾക്കുന്നത്. അപ്പം നിയമത്തുകാരിയുടെ അഭിപ്രായം, അത് ഫസ്റ്റ് ഇയർ വോട്ടറായിട്ടുള്ള ഒരാളുടെ അഭിപ്രായം. എൻ്റെ അഭിപ്രായം മീൻസ് ആര് വരും എന്നുള്ള രീതിക്കാണ്. ശരിക്കും LDF വരാൻ സാധ്യതയുണ്ട്. കാരണം ശിവൻകുട്ടി കുറേ അധികം ഈ പ്രാവശ്യം കുറേ ചെയ്തിട്ടുണ്ടായിരുന്നു. എഡ്യൂക്കേഷനിൽ ഭയങ്കര അധികം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നുന്നത് ശിവൻകുട്ടി വരുമായിരിക്കും എന്നുള്ള രീതിക്ക്. അതായത് പാർട്ടി മാറ്റി വെച്ചതിന് ശേഷം ഇങ്ങനെ ആൾക്കാരെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലരും പറയുന്നുണ്ട് വിദ്യാഭ്യാസം ഇല്ലാത്ത മന്ത്രി എന്നൊക്കെ പലരും പറയുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ രംഗത്ത് മാറ്റം വരുത്തിയത് ശിവൻകുട്ടിയാണ്. അപ്പോൾ ആ ഒരു രീതിക്ക് ശിവൻകുട്ടി ജയിക്കാനുള്ള സാധ്യതയാണ്. ഇവിടുത്തെ ഇലക്ഷൻ സാധ്യത കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ശിവൻകുട്ടിയാണ് ജയിച്ചത്. അതേപോലെ ഇപ്പോഴും ഇവിടെ ജയിക്കാൻ സാധ്യതയുണ്ട്. നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കും. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും നല്ല പിന്തുണ ഇപ്പോൾ ഉണ്ട്, എല്ലാ പാർട്ടിയിൽ നിന്നും ഉണ്ട്. നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം കൗൺസിലിൽ BJPയുടെ പാർട്ടിയാണ് ജയിച്ചത്. എന്നാൽ അവരെ വോട്ട് ഇപ്പോൾ നമുക്ക് കിട്ടും. അവർക്ക് വോട്ട് ചെയ്ത പാർട്ടിയോട് നമുക്ക് വോട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്രാവശ്യം. അതുകൊണ്ട് ഇപ്രാവശ്യം ഇവിടുത്തെ നിയമനിയോജക മണ്ഡലം ശിവൻകുട്ടി സ്ഥാനാർത്ഥിനെ ജയിക്കും. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഒന്നും പറയാൻ പറ്റൂല. മൂന്നുപേരും ശക്തം. പക്ഷേ ഈ കോർപ്പറേഷനിലൊക്കെ BJP ആണല്ലോ വന്നത്. അതുകൊണ്ടൊരു പ്രതീക്ഷയുണ്ട് BJP ജയിക്കും എന്നുള്ളത്. 3 പേര് നല്ല ഇന്ത്യയോട് നിൽക്കുന്ന ആൾക്കാർ. ആര് ജയിക്കുന്നത് നമുക്ക് പറയാൻ പറ്റും. നല്ല ആൾക്കാർ 3 പേര്. ചാൻസ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ എല്ലാ വീടുകളിലും ഏത് സമയം ആർക്കും എപ്പോഴും ചെന്ന് കാണാൻ പറ്റിയ ഒരു സഖാവാണ്. അതാണ്. പിന്നെ 900 കോടിയുടെ വികസനം ഇവിടെ നടന്നിരുന്ന ഓരോ വീട്ടിൻ്റെ കൺമുന്നിൽ തന്നെ വികസനം നടന്നിട്ടുണ്ട്. ഇവിടെ തന്നെ ഈ രജിസ്റ്റർ ഓഫീസ് ഒരിക്കലും നശിച്ചു കിടന്ന ശാന്തിയുള്ള ഹോസ്പിറ്റൽ ഇപ്പോൾ അതാ വലിയ ഹൈടെക് ഹോസ്പിറ്റലായിട്ടാണ് വരാൻ പോകുന്നത്. അങ്ങനെ നല്ല വികസനങ്ങൾ. സത്യനഗറിലെ ഒരു പാലം, അവിടെ ഇഷ്ടംപോലെ ആളുകൾ, അതായത് മോഹൻലാലിൻ്റെയും സത്യൻ്റെയും അക്കരെ ഇക്കരെ ഉള്ളതാണ്. ആ പാലം ബന്ധിച്ച് അങ്ങനെ അവിടെ ഉള്ള ആളുകളൊക്കെ എല്ലാവരും ഇപ്പം ശിവൻകുട്ടി സഖാവിനെ വോട്ട് ചെയ്യുള്ളൂ എന്നുള്ള ഒരു രീതിയിലാണ്. അവരൊക്കെ BJP കോൺഗ്രസിലുള്ളവരാണ് എന്നുള്ള രീതിയിലാണ് അവിടെ. പൊതുവിലെ ശിവൻകുട്ടി സഖാവിന് നല്ലൊരു ചാൻസ് ഉണ്ട്. അതൊക്കെ ചുമ്മ തന്നെ. അതൊക്കെ അവർ റോട്ടിൽ നിൽക്കുന്നതൊക്കെ പറഞ്ഞു. അതൊന്നുമില്ല. ആരാണ് പറയണത്? അവർ കുറേ ഇവന്റ് മാനേജ്മെൻറ്റ് കുറേ ആൾക്കാർ ഇറക്കിയിട്ടുണ്ട്. ഇതേപോലെ ചെന്ന് പറയുക BJP ജയിക്കാനുള്ള സാധ്യതയാണ്. അത് അവർക്ക് വേണ്ടി ഇവന്റ് മാനേജ് ചെയ്യുന്ന ഗ്രൂപ്പാണ് നിങ്ങളെ പോലുള്ളവർ. അതായത് അങ്ങനെയല്ല. ഇവിടെ ശിവൻകുട്ടിക്ക് ഒരു 10,000 വോട്ടിന് മുകളിൽ ഭൂരിപക്ഷം കിട്ടും. ഇവിടെ പൂട്ടിച്ചതാണ് ഒരിക്കൽ BJPയെ. ഇനി അത് തുറക്കാൻ പോണില്ല. ഒരു സംശയവും വേണ്ട. രാജീവ് ചന്ദ്രശേഖരല്ല നരേന്ദ്രമോദി ഇവിടെ വന്ന് നിന്നാലും ഇവിടെ ജയിക്കാൻ പോണില്ല. നിയമത്ത് ഭൂരിപക്ഷം കിട്ടട്ടെ. 115 അസംബ്ലി മണ്ഡലങ്ങളിൽ അന്ന് UDF ലീഡായിരുന്നു. അത് തദ്ദേശ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അത് LDF 55 ആയില്ലേ. ലോകസഭയും തദ്ദേശ തെരഞ്ഞെടുപ്പും അസംബ്ലി തെരഞ്ഞെടുപ്പും മൂന്ന് പാറ്റേണാണ്. അത് വെച്ച് നമ്മൾ കണക്ക് നോക്കണ്ട. ഇപ്പോൾ ഒരു 85 സീറ്റിന് മുകളിൽ LDF അധികാരം കിട്ടും. ഒരു സംശയവും വേണ്ട. ശിവൻകുട്ടി കൂടെ ജയിച്ചിരിക്കും. ശിവൻകുട്ടി വീണ്ടും മന്ത്രിയാവും. സംശയം എന്തിനാണ് 3ാം ഭരണം വരുമെന്ന് പറയുന്നത്? നിങ്ങൾക്ക് എന്തിനാണ് സംശയിക്കണം? എന്തിനാണ് 3ാം ഭരണമെന്ന് വെച്ചിട്ട്? ഇതിടത്തോളം ശിവൻകുട്ടി നല്ലൊരു വികസനമൊക്കെ നടത്തിയിട്ടുണ്ട്. ചാൻസ് ഉണ്ട് ശിവൻകുട്ടി. പിന്നെ കോൺഗ്രസ്സുകാരുടെ അവരുടെ വോട്ട് കോൺഗ്രസ്സുകാർ പിടിച്ചാൽ ശിവൻകുട്ടിക്ക് വിജയസാധ്യത കൂടുതൽ. കാരണം BJPക്ക് ഇവിടെ വോട്ടുണ്ട്. പക്ഷേ കോൺഗ്രസിനും കൂടെ ഉള്ള വോട്ട് BJPയിലോട്ട് പോവാതിരുന്നാൽ കോൺഗ്രസിന്റെ വോട്ട് പിടിച്ചാൽ ശിവൻകുട്ടി ജയിക്കും. ശരിക്കും ഈ നിയമത്തുകാർക്ക് പൊതുവെ രാജീവ് ചന്ദ്രശേഖർ ജയിക്കണം,
BJP വരണം എന്നൊക്കെ ഉള്ള ആഗ്രഹം ഇപ്പോൾ ഓരോരുത്തർക്കും പലർക്കും പല അഭിപ്രായം കാണൂല്ലേ, അതൊക്കെ പലർക്കും പല അഭിപ്രായങ്ങൾ കാണും. അല്ല, ഇവിടെ കോർപ്പറേഷനിലൊക്കെ അവരാണല്ലോ വന്നത്, അതാ ചോദിച്ചത്. കോർപ്പറേഷൻ വന്നതൊന്നും കണക്കാക്കണ്ട, അതൊക്കെ ഓരോരുത്തരുടെ കോർപ്പറേഷനൊക്കെ പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങളല്ലേ. കോർപ്പറേഷൻ വികസനവും ഭരണവും ഒക്കെ പ്രാദേശികമായിട്ടുള്ള, ഇവിടെ തന്നെ 14 വോട്ടിനാണ് ജയിച്ചത്. വികസനമാണ് നമുക്ക് മെയിനായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമുക്ക് വികസനം ഇപ്പോൾ ഒരുപാട് ഈ LDF മന്ത്രിസഭ ഇപ്പം നമുക്ക് ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് പാവങ്ങൾക്ക് നല്ല ആൾക്കാർ LDF തന്നെയാണ്. അല്ലാതെ ഇനി 100 പേര് ഇവിടെ വന്നിട്ട് ഒരു പ്രയോജനവും ഇല്ല. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് LDF വരണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. രാജീവ് ചന്ദ്രശേഖരൻ കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്തതായിട്ട് നമുക്കറിയില്ല. അതുപോലെ മോദി സർക്കാരും കേരളത്തിന് ചെയ്തതായിട്ട് ഞങ്ങൾക്കറിയത്തില്ല. നമുക്ക് പാവങ്ങൾക്ക് ആർക്കും ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഞങ്ങൾ എങ്ങനെ പറയും? പക്ഷേ ഇവിടെ കോർപ്പറേഷനിലൊക്കെ കോർപ്പറേഷൻ ഇപ്പം കയറി എന്തെന്ന് വെച്ചാൽ പിന്നെ വോട്ട് കിട്ടിയിട്ടില്ല, പക്ഷേ പിന്നെ എണ്ണം കിട്ടിയിട്ടുണ്ട്. വോട്ട് കുറവ് തന്നെയാണ്, ശതമാനം കുറവാണ്. വോട്ട് കുറേ കിട്ടിയിട്ടുണ്ട്. ജയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് അവരിപ്പം ഇവിടെ പക്ഷേ ഈ രാജീവ് ചന്ദ്രശേഖരൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ നല്ല ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. എവിടെ തോറ്റല്ലോ നേമത്ത് തോറ്റല്ലോ. ശിവൻകുട്ടിയല്ലേ ജയിച്ചേ? നേമത്ത് നിന്ന് തോറ്റിട്ട് ശിവൻകുട്ടി ജയിച്ചു. എന്തുകൊണ്ടാണ് കേരളത്തിന് LDF ചെയ്യുന്ന സഹായം കൊണ്ടാണ് ഈ ശിവൻകുട്ടി ജയിച്ചത്. ശിവൻകുട്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു, ഇഷ്ടംപോലെ സഹായം ചെയ്യുന്നു. സ്കൂളിന് പിന്നെ ഒരുപാട് എനിക്ക് പറയാൻ പറ്റത്തില്ല, അത്രയ്ക്ക് മാത്രം ശിവൻകുട്ടി LDFും ചെയ്തിട്ടുണ്ട്. പിന്നെ ഒന്നും വേണ്ട, ഈ 600 രൂപ 2000 രൂപ ആയത് എങ്ങനെ? 18 മാസമല്ലേ നമുക്ക് തരാതെ ഇട്ടിട്ട് ഇറങ്ങിയത്. എന്നിട്ട് ഇപ്പം 1 മാസമെങ്കിലും പെൻഡിങ് ഉണ്ടോ? ഇല്ല. അതിപ്പോൾ 2000 രൂപയായി. 35 വയസ്സ് തൊട്ട് 60 വയസ്സ് വരെയുള്ള പെണ്ണുങ്ങൾക്ക് കൊടുത്തില്ലേ 1000 രൂപ? അതിപ്പം കോൺഗ്രസ്സുകാർ കൊടുക്കുമെന്നാണ് പറയുന്നത്. നമുക്കറിയത്തില്ല. തന്നു. ഇനിയിപ്പം വേറെ പാർട്ടി കയറി ഇതും കൂടി ഇല്ലാതാക്കിയ സുഖം. രാജീവിനെ ജയിക്കും. അത് തന്നെ ഇവിടെ താമര തന്നെ ജയിക്കും. അത് കൂടുതലും സാധ്യത കൂടുതലും. ശിവൻകുട്ടിയൊക്കെ ചെയ്ത കാര്യങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ അത് പിന്നെ പിണറായി ഇവിടെ കാണിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാമല്ലോ. അപ്പം ഇടതുപക്ഷം എന്തായാലും കയറില്ല. ശബരിനാഥിനും അത് എനിക്ക് കൂടുതൽ അഭിപ്രായമില്ല. BJP ആണ് മുന്നിൽ നിൽക്കുന്നത്. അപ്പം പുള്ളിയാണ് കൊണ്ടുപോകുന്നതെന്നാണ് എല്ലാവരുടെയും വിശ്വാസം. ശരിക്കും ആരൊക്കെ തമ്മിലാണ് ശരിക്കും മത്സരം? മത്സരിക്കുന്ന ഇപ്പം BJPയും കോൺഗ്രസുമാണ്. മറ്റേ അത്ര പോരാ. രണ്ടുപേരാണ് ഇപ്പം. ശിവൻകുട്ടി അത്ര പോരാ. ഇവർ രണ്ടുപേരും ആണ് നിൽക്കുന്നത് ഏറ്റവും. BJPക്കാണ് കിട്ടുന്നതെന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. നല്ല ഭരണം നടക്കുകയാണെങ്കിൽ എല്ലാവരും അതിൻ്റെ കൂട്ടത്തിൽ നിൽക്കും. കോർപ്പറേഷൻ വന്നിട്ട് ഇപ്പോൾ അതിൽ ഒന്നും ഇറങ്ങിയിട്ടില്ല. ആരും ഇറങ്ങിയിട്ടില്ലല്ലോ. ഈ ഇലക്ഷൻ നടക്കുന്നതുകൊണ്ട് ആരും ഇറങ്ങിയിട്ടില്ല. മറ്റേ ഇത് തീരുമ്പം അവർ ഇറങ്ങും. കുറച്ച് പകുതിയാകുമ്പോൾ അവർ ഇറങ്ങും. ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. 3 പേരും അങ്ങനെ ഒരേപോലെ നിൽക്കുകയാണ്. ഇപ്പോഴും ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഇവിടെ ആരൊക്കെ തമ്മിലാണ് മത്സരം എന്ന് ചോദിക്കുന്നത്? 3 പാർട്ടിക്കാരും ഉണ്ട്. 3 പാർട്ടിക്കാർ ഒരേപോലെ നിൽക്കുകയാണ്. കാരണം അങ്ങനെയാണ് ഇപ്പോഴത്തെ കഴിഞ്ഞ മുൻ വർഷത്തെ ഇലക്ഷനെ അപേക്ഷിച്ച് ഇപ്രാവശ്യത്തെ 3 കാൻഡിഡേറ്റ്സും ഒരേ പ്രാധാന്യമുള്ളവരാണ്. അതേപോലെ ആയിരുന്നില്ല കഴിഞ്ഞ ഇലക്ഷൻ. അതുകൊണ്ട് നമുക്ക് ഇപ്രാവശ്യം ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്.